ശരി വിനിത, ഞാനൊന്ന് സജോ ദേവസിയിലേക്ക് കൂടി പോകുന്നു. സജോ, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് എയർക്രാഫ്റ്റ് അയച്ചു എന്നാണല്ലോ നേവി അറിയിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് അറിയാനാകുന്ന പുതിയ വിവരങ്ങൾ? ഇവിടെ നിന്ന് പോയിരിക്കുന്ന സംവിധാനങ്ങൾ, എയർക്രാഫ്റ്റ്, ഡോണിയർ വിമാനങ്ങൾ അടക്കമുള്ളവർ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തനം എപ്പോൾ തുടങ്ങാനാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ബേപ്പൂരിൽ നിന്നും രക്ഷാദൌത്യവുമായി നേവി പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങളുണ്ടല്ലോ. സ്മൃതി, ഇപ്പോൾ നമ്മൾ ഡിഫൻസ് PROയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സ്ഥലത്തേക്ക് ഈ അപകടം കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്വഭാവം സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരണം. പക്ഷേ ഈ സ്ഥലത്തേക്ക് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഷിപ്പുകളും ഡോണിയർ വിമാനങ്ങളും അയച്ചിട്ടുണ്ട്. രക്ഷാദൌത്യത്തിലേക്ക് വളരെ വേഗത്തിൽ കടക്കുക എന്നതാണ് ഇപ്പോൾ പ്രായോഗികമായ കാര്യം എന്നത് പറയുന്നത്. അതേസമയം കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച സ്വഭാവത്തിലുള്ള വിശദാംശങ്ങൾ ഡിഫൻസ് PRO അടക്കം, അതായത് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പങ്കുവയ്ക്കുന്നില്ല. അതായത് ഈ അപകടം നടന്നു, പക്ഷേ ഇനിയിപ്പോൾ വേഗത്തിൽ രക്ഷാദൌത്യത്തിലേക്ക് പോവുക. നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് 40 ജീവനക്കാരെന്നാണ് പുറത്തു വന്ന വിവരം. പക്ഷേ 23 ജീവനക്കാരാണ് ഉള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിലും വ്യക്തത കൈവരാനുണ്ട്. 50 കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. ഇതൊരു ഫീഡർ ഷിപ്പാണ്, മദർ ഷിപ്പ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ വലിയ വലിപ്പമുള്ള ഷിപ്പാണ്. 643 കണ്ടെയ്നറുകൾ. ആ ഷിപ്പിന്റെ ചിത്രം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂരിൽ നിന്നുള്ള കപ്പലാണ്. 40-ലധികം ജീവനക്കാർ അല്ലേ? ഇപ്പോൾ എന്താണ് നമുക്ക് കൃത്യമായി ജീവനക്കാരുടെ എണ്ണം നമുക്കിപ്പോൾ അറിയുന്നത് എന്താണ് നേവിയിൽ നിന്നും? സ്മൃതി, ഇക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരണം. ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നൊരു ഔദ്യോഗിക വിവരം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് കൂടി പോകാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞോളൂ. സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള വെസലാണ് എന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ഒപ്പം നേവിയുടെ ആക്ഷൻ കൂടി വ്യക്തമാക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയം. INS സൂററ്റ് എന്ന വെസൽ ഈ സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. അവിടെ ആവശ്യമായ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാവുക എന്താണ്. ഒപ്പം ഒരു ഡോണിയർ, ഇന്ത്യൻ നേവിയുടെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റും സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതേസമയം മറ്റു വിശദാംശങ്ങൾ, ഈ വെസൽ എന്നത് സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ഷിപ്പാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. കൊളംബോയിൽ നിന്ന് തിരിച്ച കപ്പലാണ്. ഒപ്പം നവി മുംബൈയിലേക്ക് തിരിച്ചതാണ് എന്നീ വിവരങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇതാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി, അതായത് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിശദാംശങ്ങളാണ് ഞാൻ ഇപ്പോൾ പങ്കുവച്ചത്. MV വാൻഹായ് 503 എന്ന വെസലാണ്. അത് സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ഷിപ്പാണ്. ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, അപകടത്തിന്റെ സ്വഭാവം, കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം 23 പേരാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം അപകടം നടക്കുമ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ഷിപ്പ്, വെസൽ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ലെങ്കിൽ ജീവനക്കാർ ജമ്പ് ചെയ്യുകയാണ് ചെയ്യുക. 1-2 ചീഫ് എഞ്ചിനീയർമാരും ക്യാപ്റ്റനും മാത്രം അങ്ങനെ കപ്പലിൽ തുടരുകയും എന്തെങ്കിലും നിലയ്ക്ക് ആ കപ്പൽ നിലനിർത്താൻ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന ശ്രമം നടത്തുക, അല്ലാത്തവർ ജമ്പ് ചെയ്യുക എന്നതാണ് പ്രായോഗികമായി പോംവഴി. അല്ലാത്ത പക്ഷം, അതായത് തീ പിടിക്കുന്നത് പോലെയുള്ള അപകടം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അതാണ് ചെയ്യുക. അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായ അഴീക്കൽ അല്ലെങ്കിൽ ബേപ്പൂർ, 2 ഭാഗങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് ജീവനക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുക. ഒപ്പം ആ സ്ഥലത്ത് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇപ്പോൾ നേവി പ്രതിരോധ മന്ത്രാലയം അറിയിക്കും പ്രകാരം, കൊച്ചി ഡിഫൻസ് PRO അറിയിക്കും പ്രകാരം ഈ സ്ഥലത്തേക്ക് നേവിയുടെ വെസൽ തിരിച്ചിട്ടുണ്ട്. ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെ സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതുകൂടാതെ ഡോണിയർ വിമാനങ്ങളും സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. വൈകാതെ തന്നെ അക്കാര്യത്തിൽ ഒരു അപ്ഡേഷൻ